UAEയുടെ ദേശീയ ദിനം ഡിസംബർ 2-നാണല്ലോ. വലിയ ആഘോഷത്തിന് ഒരുങ്ങുകയാണ് UAE. നമുക്ക് UAEയുടെ ചരിത്രമൊന്ന് നോക്കിയാലോ? ബ്രിട്ടന്റെ കീഴിലായിരുന്ന UAE ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഒന്നാം നിരയിൽ തലയെടുപ്പോടെ പ്രകാശിക്കുന്ന ഈ സ്വപ്ന നഗരി 1971 ഗൾഫിലെ തങ്ങളുടെ ഉടമ്പടി ബാധ്യതകളിൽ നിന്ന് പിന്മാറാനുള്ള ആഗ്രഹം ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ചു. തുടർന്ന് അബുദാബി, ദുബായ്, ഷാർജ, ഉമ്മുൽ ഖുവൈൻ, ഫുജൈറ, അജ്മാൻ എന്നീ 6 എമിറേറ്റുകളുടെ ഭരണാധികാരികൾ ഒന്നിച്ച് 1971 ഡിസംബർ 2-ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് രൂപീകരിച്ചു. ഈ ദിവസം, അതായത് 1971 ഡിസംബർ 2-ന് UAE ദേശീയ ദിനമായി ആചരിക്കാൻ തുടങ്ങി. 1972 തുടക്കത്തിൽ റാസൽ ഖൈമയും കൂടെ എമിറേറ്റിൽ ചേർന്നു. അങ്ങനെ UAEക്ക് 7 എമിറേറ്റ്സുകൾ ഉണ്ടായി. UAEയുടെ സ്ഥാപക പിതാവ് അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നെഹിയാൻ ആയിരുന്നു. അദ്ദേഹം UAEയുടെ ആദ്യ പ്രസിഡന്റായി മാറുകയും അതിന്റെ വികസനത്തിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. നവീകരണവും വളർച്ചയും ഷെയ്ഖ് സായിദിന്റെ നേതൃത്വത്തിൽ ത്വരിതഗതിയിൽ നടന്നു. എണ്ണയുടെ കണ്ടെത്തൽ രാജ്യത്തിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് ഇന്ധനമായി തുടരുകയും UAE അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ വൻതോതിൽ നിക്ഷേപം നടത്തി ദുബായ് പോലുള്ള നഗരങ്ങളെ ആഗോള ബിസിനസ് ഹബ്ബുകളാക്കി മാറ്റി. 21-ാം നൂറ്റാണ്ടിൽ UAEയുടെ സമ്പദ് വ്യവസ്ഥ എണ്ണയ്ക്കപ്പുറം വൈവിധ്യവൽക്കരിക്കപ്പെട്ടു. പ്രത്യേകിച്ച് ദുബായ് വ്യാപാരം, ടൂറിസം, ധനകാര്യം എന്നിവയുടെ ആഗോള കേന്ദ്രമായി മാറിയിരിക്കുന്നു. രാഷ്ട്രീയ ഘടന എങ്ങനെയെന്ന് വെച്ചാൽ 7 എമിറേറ്റുകളുടെ ഒരു ഫെഡറേഷനാണ് UAE. ഓരോന്നും സ്വന്തം രാജാവ് ഭരിക്കുന്നു. പരമ്പരാഗത രാജവാഴ്ചയുടെയും ആധുനിക ഭരണത്തിന്റെയും മിശ്രിതമാണ് രാഷ്ട്രീയ വ്യവസ്ഥ. UAEയുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എമിറേറ്റുകളിലെ ഭരണാധികാരികളാണ്. ദുബായ് ഭരണാധികാരി കൂടിയായ വൈസ് പ്രസിഡന്റ് പലപ്പോഴും ദേശീയ കാര്യങ്ങളിൽ ഒരു പ്രധാന വ്യക്തിയാണ്. UAEയുടെ ചരിത്രം പരിവർത്തനത്തിന്റെ ഒന്നാണ് മത്സ്യബന്ധനം. വ്യാപാര സമൂഹത്തിൽ നിന്ന് ലോകവേദിയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ആധുനികവും ചലനാത്മകവുമായ ഒരു രാജ്യത്തിലേക്ക് അതിൻ്റെ ദ്രുതഗതിയിലുള്ള നവീകരണം, സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, മിഡിൽ ഈസ്റ്റിലെ തന്ത്രപ്രധാനമായ സ്ഥാനം എന്നിവ അതിൻ്റെ ഭാവി പാതയെ രൂപപ്പെടുത്തി. 52 വർഷം കൊണ്ട് ഇത്രയധികം വികസനവും സുരക്ഷിതവുമായ രാജ്യം വേറെ ഇല്ല എന്നു തന്നെ നമുക്ക് പറയാം.